ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ലോ പഠിച്ചിരുന്നു. ഏതാണത്? റോൾസ് ലോ. എന്താ റോൾസ് ലോ? രണ്ട് കമ്പോണൻസും വോളറ്റൈലായ ഒരു ബൈനറി സൊല്യൂഷനിൽ ഒരു കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് വൺ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. നമ്മളതിൻ്റെ ഇക്വേഷൻ ഫോമിലൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നു. ഓർമ്മയില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. പി എ ഇസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു എക്സ് എ, പി ബി ഇസ് ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു എക്സ് ബി, ആൻഡ് ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ പി എസ് ഇസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു എക്സ് എ പ്ലസ് പി സീറോ ബി ഇൻറ്റു എക്സ് ബി. ഇന്ന് നമ്മൾ പോവുക ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് കേട്ടിട്ടില്ലേ? എന്താ ഐഡിയൽ ഗ്യാസ്? എ ഗ്യാസ് which obeys ideal gas equation PV is equal to nRT. അപ്പോൾ അതുപോലെ ഏത് കോമ്പോസിഷനിലും എങ്ങനെയൊക്കെ മിക്സ് ചെയ്താലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റോൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായി പറഞ്ഞാൽ അറ്റ് ഓൾ കോമ്പോസിഷൻസ് എന്ന് എഴുതിയാലും മതി, is called an ideal solution. അപ്പോൾ അതെന്താ ഈ റോൾസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റോൾസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സൊല്യൂഷനിലെ ഓരോ കമ്പോണൻസിൻ്റെയും വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ആ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വേപ്പർ പ്രഷറും നമ്മൾ എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിക്കുന്ന വേപ്പർ പ്രഷറും രണ്ടും തുല്യമാണെങ്കിൽ such a solution is ideal solution. അപ്പോൾ റോൾസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The experimental vapor pressure is equal to vapor pressures calculated from Rolls law. ഓക്കെ, ആ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: പി എ ഇസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു എക്സ് എ. ഈ കിട്ടുന്ന വാല്യൂവും നമ്മൾ എക്സ്പെരിമെന്റ് വഴി കിട്ടുന്ന പി എ വാല്യൂവും രണ്ടും സെയിം ആണെങ്കിൽ, അതുപോലെ പി ബി ഇസ് ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു എക്സ് ബി, പി എസ് ഇസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു എക്സ് എ പ്ലസ് പി സീറോ ബി ഇൻറ്റു എക്സ് ബി. അപ്പോൾ റോൾസ് ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷറും കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറും തുല്യം. അതാണ് നമ്മൾ എഴുതി വച്ചിരിക്കുക. ഇത് നിങ്ങൾ എഴുതണം പരീക്ഷയ്ക്ക്. അപ്പോൾ അത്തരം സൊല്യൂഷൻസിന് വേറെ രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട്. രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ അത് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ആ കമ്പോണൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് എൻതാൽപ്പി ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുമില്ല. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആകണം. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകണം. ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അത് ഫോം ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ലിബറേഷനും ഇല്ല, ഹീറ്റ് അബ്സോർപ്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ എഴുതും ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0. നോ ഹീറ്റ് ഇസ് liberated or absorbed during the mixing. മറ്റൊന്ന്,
മിക്സ് ചെയ്യുമ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഡെൽറ്റ വി മിക്സിംഗ് ഇസ് ഈക്വൽ ടു 0. ഇനി എങ്ങനെയുള്ള കമ്പോണൻസ് ആയിരിക്കും ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യും? സൊല്യൂട്ടും സോൾവെന്റും കൂടി മിക്സ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് പേര് അടുത്തടുത്ത് വരികയാണ്. രണ്ട് വ്യത്യസ്ത ആൾക്കാരെ തമ്മിൽ ചേർക്കുമ്പോൾ അവർ തമ്മിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സൊല്യൂട്ട് മാത്രം ഇരിക്കുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ മാത്രമേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളൂ. സോൾവെന്റ് മാത്രം ഇരിക്കുമ്പോൾ സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിലാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്. സൊല്യൂട്ടും സോൾവെന്റും കൂടി മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോടും സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോടും തുല്യമാണെങ്കിൽ അത്തരം സൊല്യൂഷൻ ഐഡിയൽ ആയിരിക്കും. അതായത് സൊല്യൂട്ട് ഇന്ററാക്ഷനും സോൾവെന്റ് ഇന്ററാക്ഷനും രണ്ടും തുല്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ടും സോൾവെന്റും കൂടി മിക്സ് ചെയ്താൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തുല്യമായിരിക്കും. നമുക്ക് ആ സൊല്യൂട്ട് എന്നുള്ളതിന് പകരം അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പറയാം. എ ആണ് സോൾവെന്റ്, ബി ആണ് സൊല്യൂട്ട്. AB interaction is similar to AA and BB interaction. അങ്ങനെയാണെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് അവർ തമ്മിൽ അടുത്തടുത്തും വരുന്നില്ല, പഴയതിനേക്കാൾ അകന്നും പോകുന്നില്ല. അവർ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് അവർ സൊല്യൂഷനിലും ഇരിക്കുക. അപ്പോൾ അവർ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നതും ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴുള്ള അതേപോലെ തന്നെയാണ്. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. അവർ മിക്സ് ചെയ്തപ്പോഴും അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് യാതൊരു വ്യത്യാസവും വരുന്നില്ല എങ്കിൽ അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണ്. AB interaction is similar to AA and BB interactions. അതായത് സ്ട്രക്ചറലി സിമിലർ ആയ അല്ലെങ്കിൽ കെമിക്കലി സിമിലർ ആയ കമ്പോണന്റുകൾ ചേർന്നിട്ടാണ് എല്ലായ്പ്പോഴും ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുക. ഉദാഹരണം, നോർമൽ ഹെക്സെയിൻ ആൻഡ് നോർമൽ ഹെപ്റ്റെയിൻ. ഈ N എന്ന് പറയുന്നത് നോർമൽ എന്നാണ് നമ്മൾ വായിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഈ മോളിക്യൂൾസ് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഹെക്സെയിനും ഹെപ്റ്റെയിനും ആൽക്കെയിൻസിലെ രണ്ട് അടുത്തടുത്ത മെമ്പേഴ്സാണ്. ഒരു CH2 ഗ്രൂപ്പിൻ്റെ വ്യത്യാസമേ അവർ തമ്മിലുള്ളൂ. കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഒരേപോലത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ അവർ മിക്സ് ചെയ്യുമ്പോഴും പുതിയതായിട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊരു ഐഡിയൽ സൊല്യൂഷനാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ബെൻസീൻ ആൻഡ് ടോളൂയിൻ. What is an ideal solution? A solution which obeys Rolle's law at all compositions. എന്ന് പറഞ്ഞാൽ എന്താ? Experimental vapor pressure is equal to calculated vapor pressure. ഇത് എഴുതണം. ഇത് delta H mixing is equal to 0, delta V mixing is equal to 0. Examples. ഇനി അവിടെ നിന്ന് വരാവുന്ന വേറൊരു ചോദ്യം, which type of components form an ideal solution? എങ്ങനെയുള്ള കമ്പോണൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ തരിക? ഒറ്റ സെൻറ്റൻസിൽ എഴുതാനാണെങ്കിൽ കെമിക്കലി സിമിലർ കമ്പോണൻസ് എന്നെഴുതാം, അല്ലെങ്കിൽ സ്ട്രക്ചറലി സിമിലർ കമ്പോണൻസ്. അത് കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഇന്ററാക്ഷൻ അനുസരിച്ച് പറയും. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞു നോക്കിക്കേ. AB interaction is similar to AA and BB interactions. Okay? ഇനി ഐഡിയൽ സൊല്യൂഷൻസിനെ നമ്മളൊരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുക വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫാണ്. Y ആക്സിസിൽ സൊല്യൂഷൻസിലെ കമ്പോണന്റുകളുടെ വേപ്പർ പ്രഷറും X ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഗ്രാഫിനെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ സോൾവെന്റിനെയും സൊല്യൂട്ടിനെയും നമ്പർ ഇട്ടാണ് പറഞ്ഞിരിക്കുക. സോൾവെന്റ് 1 എന്നും സൊല്യൂട്ട് 2 എന്നും. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വരിക AB എന്ന് പേരിട്ടിട്ടാണ്. അപ്പം നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴും ഈ ഗ്രാഫൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട്ബുക്കിൽ വരയ്ക്കണം.
നമുക്ക് എ ബി എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാം. അപ്പോൾ എ എന്ന് പറയുന്നത് സോൾവെന്റ് 1ന്റെ സ്ഥാനത്ത് നമ്മൾ എ ആണ് എഴുതുക. ഇവിടെ x1 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ xa എന്ന് എഴുതും, x2 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് xb എന്ന് എഴുതും, p1 എന്നുള്ള സ്ഥലത്ത് pa, p2 എന്നുള്ള സ്ഥലത്ത് pb. അപ്പോൾ ഇപ്പോൾ രണ്ട് കമ്പോണൻസ് എയും ബിയും എടുത്ത് വച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതനുസരിച്ച് ലെഫ്റ്റ് എൻഡിൽ എ മാത്രമേ ഉള്ളൂ, ബി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എയുടെ മോൾ ഫ്രാക്ഷൻ 1 ആണ്, ഒരാളേ ഉള്ളൂ. അപ്പോൾ XA is equal to 1. എ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. അത് P0A എന്നാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ മാത്രമേ ഉള്ളൂ, XA is equal to 1. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ P0A. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് ബി ആഡ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ റൈറ്റിലേക്ക് വരുമ്പോൾ ബി വന്നു, ബി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സൊല്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി ആഡ് ചെയ്യുന്നതനുസരിച്ച് എയുടെ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പം നാം നോക്കുക, ഇവിടെ എ മാത്രമേ ഉള്ളൂ, ഇതാണ് മോൾ ഫ്രാക്ഷൻ. റൈറ്റിലേക്ക് ബി ആഡ് ചെയ്യുമ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ കുറയുന്നു. അപ്പോൾ അതാ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സൊല്യൂഷനിലെ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫാണ്. PA എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കുറഞ്ഞു വന്നു. ഏറ്റവും റൈറ്റ് എൻഡിലായപ്പോൾ ബി മാത്രമേ ഉള്ളൂ, എ ഇല്ല. അപ്പോൾ എയുടെ വേപ്പർ പ്രഷർ 0. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുക. നമ്മൾ എക്സ്പെരിമെൻറ്റ് വഴി കണ്ടുപിടിച്ചു PA, ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു PA, രണ്ടും തുല്യം. പ്ലോട്ട് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത് PA is equal to P0A into XA എന്നാണ് എഴുതേണ്ടത്. PA is equal to P0A into XA. അതിൻ്റെ ഗ്രാഫാണിത്. ഇനി ലെഫ്റ്റ് എൻഡിൽ ബി ഇല്ല, തുടക്കത്തിൽ ബി ഇല്ല. അപ്പോൾ ബിയുടെ കോൺസെൻട്രേഷൻ, ബിയുടെ അളവ് 0. അപ്പോൾ ബിയുടെ വേപ്പർ പ്രഷർ 0. റൈറ്റിലേക്ക് വരുമ്പോൾ ബി ആഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ബിയുടെ മോൾ ഫ്രാക്ഷൻ കൂടി, ബിയുടെ വേപ്പർ പ്രഷർ കൂടി. PB ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. PB കൂടുകയാണ് റൈറ്റിലേക്ക്. അപ്പോൾ അത് എക്സ്പെരിമെൻറ്റ് വഴി കിട്ടിയതും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതും ഒരേ വാല്യൂ ആണ്. പ്ലോട്ട് ചെയ്തപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. PB is equal to P0B into XB. അതാണ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എൻഡിൽ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ വേപ്പർ പ്രഷർ P0B. ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം വരയ്ക്കാൻ. ഇത് ബിയുടെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ, ഇത് എയുടെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ. നമ്മൾ വരച്ചിരിക്കുന്നതനുസരിച്ചാണ് ഞാൻ പറയുക. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് XB1 എന്നിടാം, അതിന് കുഴപ്പമില്ല. അതനുസരിച്ച് നമ്മൾ ഗ്രാഫിൽ എഴുതണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബിയുടേതാണ്. PB is equal to P0B into XB. P2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് എയുടേത് P1. PA is equal to P0A into XA. ഇനി അത് എക്സ്പെരിമെന്റലും കാൽക്കുലേറ്റഡും ഒക്കെ സെയിം ആണ്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നു. ഈ PAയും PBയും കൂടെ കൂട്ടിയാൽ ഓരോ കോമ്പസിഷനിലും PAയും PBയും കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ PS കിട്ടും. അതും എക്സ്പെരിമെന്റലും സെയിം, കാൽക്കുലേറ്റഡും സെയിം. അതും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും. സോ ദിസ് സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റ്സ് total vapor pressure of the solution at different compositions. അപ്പോൾ അത് PS is equal to PA plus PB എന്നാണ് എഴുതേണ്ടത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതണം. അപ്പോൾ ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. എക്സ്പെരിമെൻ്റൽ വാല്യൂവും കാൽക്കുലേറ്റഡ് വാല്യൂവും സെയിം. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകൾ ഓരോ കമ്പോണൻറ്റിനും ടോട്ടലി. ക്ലിയർ ആയോ? ദെൻ non-ideal solutions. എല്ലാ സൊല്യൂഷൻസും റോൾസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ വേപ്പർ പ്രഷറും കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറും എല്ലാ സൊല്യൂഷൻസിൻ്റെയും കേസിൽ തുല്യമായിട്ടിരിക്കില്ല. അപ്പോൾ റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. A solution which does not obey Rolle's law at all compositions. Does not obey എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Experimental vapor pressure is not equal to calculated vapor pressure.
സൊല്യൂഷൻസിൽ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷറും കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറും തുല്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷറിന് കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലാവാം. ഇക്വേഷൻ വഴി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കാം എക്സ്പെരിമെന്റ് വഴി കിട്ടുന്ന വാല്യൂ. അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനേക്കാൾ കുറവാകാം. അപ്പോൾ രണ്ട് പോസിബിലിറ്റികളാണുള്ളത്. അതായത് രണ്ട് തരം നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണുള്ളത്. There are two types of non-ideal solutions. ഒന്ന് solutions showing positive deviation. രണ്ടാമത്തേത് solutions showing negative deviation. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥമെടുക്കാം. നമുക്ക് മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഡീവിയേഷൻ പോസിറ്റീവ് ഡീവിയേഷൻ. റോൾസിലോ ഒബേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷറും കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറും തുല്യമല്ല. പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ ഇസ് ഗ്രേറ്റർ ദാൻ ദി കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. Experimental vapor pressure is greater than the calculated vapor pressure. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ, എന്താ അതിൻ്റെ അർത്ഥം? രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്തു, ഒരു സൊല്യൂഷൻ ഉണ്ടായി. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറുകൾ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച് കിട്ടിയ വാല്യൂ നമ്മുടെ മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ PA is equal to P0A into XA വെച്ച് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂടുതൽ പേര് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയി എന്നാണ്. ആ മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് പോകേണ്ടതിനേക്കാൾ കൂടുതൽ പേര് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്. അതാണ് വേപ്പർ പ്രഷർ കൂടിയത്. അപ്പോൾ കൂടുതൽ പേര് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഉണ്ടായ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവരൊറ്റയ്ക്കിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാൾ കുറവായിരിക്കേണ്ടേ? ഒന്ന് ആലോചിച്ചേ. എ ബി ഇന്ററാക്ഷൻ, എയും ബിയും കൂടെ മിക്സ് ചെയ്തപ്പോൾ എ ബി ഇന്ററാക്ഷൻ ഉണ്ടായി. ഇഫ് എ ബി ഇന്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ, എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണെങ്കിൽ എയും ബിയും മിക്സ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ അകന്നു പോവാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വേഗത്തിൽ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാം. അപ്പോൾ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദി കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. അപ്പോൾ എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക? ഇഫ് എ ബി ഇന്ററാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ. ഉദാഹരണം, ആൽക്കഹോളും വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ there is intermolecular hydrogen bonding, നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ അതിലേക്ക് ആൽക്കഹോൾ മോളിക്യൂൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളുകളുടെ ഇടയ്ക്കോട്ട് ആൽക്കഹോൾ മോളിക്യൂൾസ് കയറുകയാണ്. വാട്ടർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആൽക്കഹോൾ മോളിക്യൂൾസ് കയറുന്നു. അപ്പോൾ അവിടെ ബോണ്ട് ബ്രേക്കിംഗ് നടന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം, ഫോഴ്സ് വേണം. ഫോഴ്സ് കൊടുത്താലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക, എനർജി കൊടുത്താലാണ് ബ്രേക്ക് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ആൽക്കഹോളും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഹീറ്റ് അബ്സോർബ് ചെയ്തു. എൻഡോതെർമിക് ആയിട്ടാണ് നടന്നത്. അതായത് ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എനർജി വേണ്ടിയിരുന്നു.
പക്ഷേ ഇറ്റ് ഈസ് വീക്കർ ദാൻ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ആൽക്കഹോൾ മോളിക്യൂൾസ്. അപ്പോൾ അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ആണ് പ്രീഡോമിനേറ്റ് ചെയ്യപ്പെടുക, അതുകൊണ്ടാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഫോഴ്സ് മിക്സ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ അകന്നിരിക്കുന്നു. ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ് എന്ന് എഴുതാം. പി എ ഗ്രേറ്റർ ദാൻ P0 A into XA, PB greater than P0 into XB, PS greater than P0 A into XA plus P0 B into XB. എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം ഇവിടെ കിട്ടിയല്ലോ AB interaction is weaker than AA and BB interaction. Examples നോട്ട് ചെയ്യണം. ആൽക്കഹോൾ ആൻഡ് വാട്ടർ, alcohol and acetone, benzene and carbon tetrachloride. These are examples for solutions showing positive deviation. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, എല്ലാം ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്, എല്ലാ വാല്യൂസും പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് മിക്സിംഗ് പോസിറ്റീവ്, ഡെൽറ്റ വി മിക്സിംഗ് പോസിറ്റീവ്, പി എ ഗ്രേറ്റർ ദാൻ, പി ബി ഗ്രേറ്റർ ദാൻ, പി എസ് ഗ്രേറ്റർ. ഇപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫാണ്. ഇതിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈനുകളും കാണാം, കർവുകളും കാണാം. ആ ഗ്രീൻ ഡോട്ട്സ് ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നു, ബ്ലൂ നിറത്തിൽ കർവുകൾ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻസ് റെപ്രസെൻറ്റ്സ് ഗ്രാഫ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. കാൽക്കുലേറ്റഡ് വാല്യൂ എക്സ്പെരിമെൻ്റൽ വാല്യൂ സെയിം ആണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടിയത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. നമ്മൾ എല്ലായ്പ്പോഴും ഡീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഐഡിയൽ സൊല്യൂഷനിൽ നിന്നുള്ള ഡീവിയേഷനാണ് കാണിക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്നുള്ള ഡീവിയേഷനായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതാ ഇവിടെയും ഈ ഗ്രാഫിൽ ഇവിടെ വരച്ചിരിക്കുന്നത് ഞാൻ പറയുകയാണ്. x1 0, x1ന് പകരം നിങ്ങൾ എഴുതേണ്ടത് XA എന്നാണ്. XA 0, XB 1. അപ്പം തുടക്കത്തിൽ A ഇല്ല, B മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയുടെ വേപ്പർ പ്രഷർ മാത്രം P0B ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് P0B. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം, ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. P0B. റൈറ്റിലേക്ക് വരുമ്പോൾ എ കൂടെ ചേരുകയാണ്. ഇപ്പം നോക്കുക, റൈറ്റിലേക്ക് എ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ബിയുടെ വേപ്പർ പ്രഷർ PB കുറഞ്ഞു 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 വരുന്നു. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ ഐഡിയൽ ആണെങ്കിലുള്ള ഗ്രാഫാണ്. പക്ഷെ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടേണ്ട വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിട്ടാണ് നമുക്ക് എക്സ്പെരിമെൻ്റ് വഴി കിട്ടിയിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് കോമ്പോസിഷനിൽ ബിയുടെ വേപ്പർ പ്രഷർ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ എ ബി കൂടെ മിക്സ് ചെയ്ത ഏതോ ഒരു കോമ്പോസിഷനിൽ നോക്കിക്കേ, ഐഡിയൽ ആയിരുന്നെങ്കിൽ ബിയുടെ വേപ്പർ പ്രഷർ PB കിട്ടേണ്ടത് ഇവിടെയാണ്, ഇതാണ് വാല്യൂ. പക്ഷെ നമുക്ക് കിട്ടിയത് അതിനേക്കാൾ കൂടുതലാണ്, ഇവിടെയാണ്. അപ്പോൾ PB ഗ്രേറ്റർ ദാൻ P0B ഇൻറ്റു XB. കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് എല്ലാ സ്ഥലത്തും കിട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ലൈന് മേലിൽ കൂടെ നമ്മൾ കർവായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കർവ് ഇവിടെ P2 എന്നാണ് എഴുതിയിരിക്കുക. നിങ്ങൾ എഴുതേണ്ടത് PB എന്നാണ്. PB ഗ്രേറ്റർ ദാൻ P0B ഇൻറ്റു XB എന്നാണ് എഴുതേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രെയിറ്റ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് A 0, A ഇല്ല, B മാത്രമേ ഉള്ളൂ. അപ്പോൾ എയുടെ വേപ്പർ പ്രഷർ 0. റൈറ്റിലേക്ക് A കൂടുന്നതനുസരിച്ച് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് വേപ്പർ പ്രഷർ കൂടി 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 P0A ആയിട്ട് മാറുന്നു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ PAയുടെ ഗ്രാഫാണ്. PA is equal to P0A into XA. പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ എക്സ്പെരിമെൻ്റൽ വേപ്പർ പ്രഷർ ഇതിനേക്കാൾ കൂടുതലാണ് കിട്ടിയത്. P
എയുടെ വാല്യൂ ഈ ഇതിന് മുകളിലായിട്ടാണ് നമുക്ക് കിട്ടുക. അത് പ്ലോട്ട് ചെയ്താൽ നമുക്കൊരു കർവ് കിട്ടുന്നു ലൈക്ക് ദിസ്. അതാണ് P1 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എഴുതുമ്പോൾ PA ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു XA. പിടികിട്ടിയല്ലോ? ഇത് PB, ഇത് PA. ഇനി ടോട്ടൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റഡ് വാല്യൂസ് കൂട്ടിയെടുത്ത് നമ്മൾ ടോട്ടൽ വേപ്പർ പ്രഷർ എടുത്താൽ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ. എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ച വേപ്പർ പ്രഷറുകൾ കൂട്ടിയപ്പോൾ ഇതിന് തുല്യമായിട്ടല്ല എനിക്ക് കിട്ടിയത്, ഇതിനേക്കാൾ കൂടിയ വാല്യൂ. സോ ദിസ് ഇസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. PS ഗ്രേറ്റർ ദാൻ PA പ്ലസ് PB. അതാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഗ്രാഫ് വരച്ച് മനസ്സിലാക്കിയിട്ട് വേണം വേണ്ട കാര്യങ്ങൾ എഴുതാൻ. പോസിറ്റീവ് ഡീവിയേഷൻ. നെക്സ്റ്റ് വൺ നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനേക്കാൾ കുറവാണ് നമുക്ക് എക്സ്പെരിമെന്റ് വഴി കിട്ടുന്ന വേപ്പർ പ്രഷർ. എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. അതായത് PA ലെസ് ദാൻ P0A ഇൻറ്റു XA, PB ലെസ് ദാൻ P0B ഇൻറ്റു XB, PS ലെസ് ദാൻ P0A ഇൻറ്റു XA പ്ലസ് P0B ഇൻറ്റു XB. അപ്പോൾ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷറിനേക്കാൾ കുറവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്തപ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മോളിക്യൂളുകളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ടല്ലേ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ കുറഞ്ഞത്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്ന മോളിക്യൂളുകളുടെ എണ്ണം കുറഞ്ഞത്? കമ്പോണൻസിനെ മിക്സ് ചെയ്തപ്പോൾ. ആ കമ്പോണൻസ് മിക്സ് ചെയ്തപ്പോൾ സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ പുതിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഡെവലപ്പ് ചെയ്തു. AA ഇന്ററാക്ഷനേക്കാളും BB ഇന്ററാക്ഷനേക്കാളും കൂടുതലായി AB ഇന്ററാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി. AB കൂടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി? അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയപ്പോൾ അവർക്ക് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള താല്പര്യം കുറഞ്ഞു. അപ്പോൾ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ കുറഞ്ഞു. അതായത് AB interaction is stronger than AA and BB interactions. AB interaction കൂടുതൽ സ്ട്രോങ്ങർ ആയി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി, അതുകൊണ്ട് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ കുറഞ്ഞു. അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് പറയുക. അപ്പോൾ അവർ തമ്മിൽ പുതിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. കുറച്ചൊരു എളുപ്പത്തിൽ പറഞ്ഞ ഒരു ബോണ്ട് ഫോം ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കാം. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി ലിബറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് മിക്സിംഗ് നടക്കുന്നത് എക്സോതെർമിക് ആയിട്ടാണ്. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ്. അതാണ് ഈ എഴുതി വെച്ചിരിക്കുക. ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0, നെഗറ്റീവ് എന്ന് എഴുതിയാലും മതി. ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0. ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0. ടോട്ടൽ വോളിയം കുറഞ്ഞു. രണ്ട് കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ ആകെ വോളിയത്തിന് കുറവ് സംഭവിക്കുന്നു. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് ലെസ് ദാൻ 0. ഉദാഹരണം: chloroform and acetone, nitric acid and water, chloroform and ether, acetone and aniline. ഇവിടെയൊക്കെ ഈ കമ്പോണൻസിനെ മിക്സ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഒരു പുതിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു കൂടിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, അതുകൊണ്ട് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0. ഇതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് ചോദിച്ചാൽ എക്സ്പെരിമെന്റൽ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. അത്ര എഴുതിയില്ലെങ്കിൽ ഇതെങ്കിലും ഈ ഇക്വേഷൻ രൂപത്തിലെങ്കിലും എക്സ്പ്രഷൻ രൂപത്തിലെങ്കിലും എഴുതണം. PA ലെസ് ദാൻ P0A ഇൻറ്റു XA, PB ലെസ് ദാൻ P0B ഇൻറ്റു XB,
PS less than P0A into XA plus P0B into XB. എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. AB interaction is stronger than AA and BB interactions. Examples. അതിന്റെ ഗ്രാഫ് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫും ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫും പഠിച്ചു. അതറിയാമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വളരെ വേഗത്തിൽ വരാം. കാര്യം വേഗം മനസ്സിലാവും. ഇതിനകത്തും പേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് XA0 XB1 ആണ് എഴുതിയിരിക്കുക. XA1 XB0 ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എയുടെ മോൾ ഫ്രാക്ഷൻ വേപ്പർ പ്രഷർ ഗ്രാഫാണ്. എ ഇല്ല, തുടക്കത്തിൽ എ ഇല്ല, വേപ്പർ പ്രഷർ 0. റൈറ്റിലേക്ക് വരുമ്പോൾ എ കൂടുന്നതനുസരിച്ച് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടി. PAC = P0A into XA. പക്ഷെ ഞാനിപ്പോൾ ഇത് ചെയ്തത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് വഴി എനിക്ക് കിട്ടിയ വേപ്പർ പ്രഷർ ഇതിനേക്കാൾ എല്ലായ്പ്പോഴും കുറവായിരിക്കും. അതാണ് ഗ്രാഫ് തന്നെ താഴ്ത്തി വരച്ചിരിക്കുക, നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇത് PAC = P0A into XA. ഇത് എഴുതുമ്പോൾ PA less than P0A into XA. ഈക്വൽ ആയിരുന്നെങ്കിൽ ഇത് തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അതുപോലെ ഇത് PB = P0B into XB ആണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ നമ്മളെടുത്ത സൊല്യൂഷന് എല്ലാ സ്ഥലത്തും PBയുടെ വാല്യൂ ഈ കിട്ടേണ്ടതിനേക്കാൾ കുറഞ്ഞാണ് കിട്ടിയത്. P2 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ PB less than P0B into XB. അപ്പോൾ PAയും PBയും കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷറും കാൽക്കുലേറ്റഡ് വാല്യൂവിനേക്കാൾ കുറവ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നമുക്ക് കിട്ടിയ എക്സ്പെരിമെൻ്റൽ വാല്യൂ PS less than PA plus PB. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കിട്ടിയോ? ശ്രദ്ധിച്ച് നോക്കി വേണം ഗ്രാഫ് വരയ്ക്കാൻ. വരച്ച് നന്നായിട്ട് മനസ്സിലാക്കി എടുത്ത് വരയ്ക്കണം. അപ്പോൾ എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് കിട്ടിയല്ലോ? എക്സ്പെരിമെൻ്റൽ വേപ്പർ പ്രഷർ ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. അതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒബെയ്സ് റോൾസ് ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഡു നോട്ട് ഒബേ റോൾസ് ലോ. രണ്ട് തരം നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെ? ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷനിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കുക. എക്സ്പെരിമെൻ്റൽ വേപ്പർ പ്രഷർ ഇസ് ഗ്രേറ്റർ ദാൻ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. നെഗറ്റീവ് ഡീവിയേഷനിൽ എക്സ്പെരിമെൻ്റൽ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വേപ്പർ പ്രഷർ. ഇനി അവിടെ വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ, എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക, എങ്ങനെയുള്ള സൊല്യൂഷൻസ് ആണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക, ഇത്തരം ചോദ്യങ്ങൾ വരാം അവിടെ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ സൊല്യൂഷൻ അപ്പിയേഴ്സ് കൂളർ ദാൻ ദി കമ്പോണൻസ്. കമ്പോണൻറ്റുകളേക്കാൾ തണുത്തിരുന്നു. ഏതോ രണ്ട് കമ്പോണൻസ് നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അതിനെ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ആക്കി ആ പാത്രത്തിൻ്റെ പുറത്ത് പിടിച്ചു നോക്കിയപ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെട്ടു. എങ്കിൽ which type of deviation is shown here? തണുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് മിക്സ് ചെയ്ത സമയത്ത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എൻഡോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ΔH പോസിറ്റീവ്. അപ്പോൾ അത് ഡീവിയേഷൻ ഏതാ? പോസിറ്റീവ് ഡീവിയേഷൻ. നമുക്ക് എളുപ്പത്തിൽ ഓർത്തെഴുതാവുന്നതേ ഉള്ളൂ, കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പോസിറ്റീവ് ഡീവിയേഷനുള്ള സൊല്യൂഷൻ ആണെങ്കിൽ ഫോം ചെയ്യുന്ന സമയത്ത് തണുപ്പ് അനുഭവപ്പെടും. ഇനി നമ്മൾ
വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്യുന്നു. വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പാത്രത്തിന്റെ പുറത്ത് പിടിച്ചു നോക്കിയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? മിക്സ് ചെയ്യുന്ന സമയത്ത് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞ പ്രോസസ് എന്തായി? എക്സോതെർമിക് ആയി. എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്. അപ്പൊ അത്തരം സൊല്യൂഷൻസ് തരിക നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഇപ്പൊ കൂളർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, ഹോട്ടർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. അത് സാധാരണ ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ്. നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ്. നമ്മൾ വെള്ളത്തിലേക്കാണ് ആസിഡ് ചേർക്കുക, ആസിഡിലേക്കല്ല വെള്ളം ഒഴിക്കുക. സൊല്യൂഷൻ അപ്പിയേഴ്സ് ഹോട്ടർ. വൈ ചോദിച്ചാൽ നിങ്ങൾ പറയും ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. വിച്ച് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ? അപ്പോൾ ലിബറേറ്റഡ്, എക്സോതെർമിക്, ഡെൽറ്റ എച്ച് നെഗറ്റീവ്. സോ ദ ഡീവിയേഷൻ ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ. ക്ലിയർ ആയോ? അത് ഓർത്ത് വയ്ക്കണം. കൂളർ പോസിറ്റീവ് ഡീവിയേഷൻ, ഹോട്ടർ നെഗറ്റീവ് ഡീവിയേഷൻ. ലിങ്ക് ചെയ്ത് ഓർത്ത് വയ്ക്കുക. വെറുതെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലാക്കി നമുക്ക് സുഖമായി മനസ്സിലാക്കി പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത്രയും പോർഷൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. നന്നായി വായിച്ചു നോക്കണം. വായിച്ചു നോക്കി മനസ്സിലാക്കിയാലേ നമുക്കത് ഓർത്ത് വെച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഗ്രാഫുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോട്ട്ബുക്കിലേക്ക് വരച്ചെടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, താങ്ക് യു.